ഇക്കൊല്ലത്തെ മഴയ്ക്ക് ഞങ്ങൾക്ക് നഷ്ടമായത് ഞങ്ങളുടെ പേര കേട്ടോ. നല്ലതായിട്ട് വളർന്ന് നല്ലപോലെ നമുക്ക് പേരയ്ക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടിയായിരുന്നു ഇതിൽ നിന്ന്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എന്നും ഉണ്ടാവും 2-3 പേരയ്ക്കെങ്കിലും, പഴുത്ത പേരയ്ക്കെങ്കിലും നമുക്ക് പറിക്കും. ഈ മഴയത്ത് പേരയുടെ ചുവട്ടിലെ മണ്ണെല്ലാം ഒലിച്ചു പോയിട്ട് എന്നിട്ട് വെയിറ്റ് താങ്ങാനാവാതെ പേര ഒരു സൈഡിലോട്ട് ചാഞ്ഞു പോയായിരുന്നു കേട്ടോ, ഫുള്ളായിട്ട് മൊത്തമായിട്ട്. അപ്പോൾ ഇനി അത് നിർത്തിയാൽ എന്നല്ല, നമുക്ക് വെട്ടിക്കളയാൻ ആഗ്രഹമല്ല, പക്ഷെ എന്നാലത് മൊത്തത്തോടെ ഇതായിപ്പോവും. അങ്ങനെ ഒരു സൈഡിലെ കൊമ്പ് ഒടിഞ്ഞു വീണു കേട്ടോ, ഫുൾ ഒടിഞ്ഞു വീണു. അത് പിന്നെ ഏട്ടൻ വന്നിട്ട് വെട്ടി ശരിയാക്കി. അങ്ങനെയാണ് പിന്നെ എല്ലാവരും പറഞ്ഞു, എന്നാൽ അത് വലിച്ച് കെട്ടിയാൽ മതി, വെട്ടിക്കളയണ്ട, നല്ല പേരയാണ്, ഇഷ്ടംപോലെ നമുക്ക് പേരയ്ക്കൊക്കെ പച്ചയായാലും പഴുത്തായാലൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെട്ടിക്കളയാൻ മനസ്സ് വരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ വിചാരിച്ചു വലിച്ചു കെട്ടാമെന്ന് ഞാൻ ഇവർ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ കരുതി ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ചെന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് നല്ല പാടാണെന്ന്. പേരയ്ക്ക് നല്ല ബലം ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വലിക്കുന്നവർ അങ്ങോട്ടാണത് പോകുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ വലിച്ച് 2 പേരും കൂടെ, എനിക്ക് തോന്നുന്നു 2 പേരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈസി ആയേനെന്ന്. അപ്പോൾ എന്തായാലും അച്ഛനും ഏട്ടനും കൂടെ ചേർന്ന് വലിച്ച് കെട്ടിയിടും. അതിൻ്റെ ഇടയ്ക്ക് സച്ചു ഒന്ന് നോക്കി എന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് വന്നു. അവൻ വന്നിട്ട് അവനും ഒരു കയറിൻ്റെ അറ്റം കൊടുത്തിട്ടു അച്ഛൻ. അവനും അത് വലിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാളും കൂടെ അത് വലിച്ച് കെട്ടി ഒരു തെങ്ങിൽ കെട്ടി ഇതാക്കി വെച്ചു കേട്ടോ. സച്ചുവിന് ഭയങ്കര സങ്കടം കേട്ടോ. കാരണം സച്ചു, ലച്ചു, അച്ചു എല്ലാവരും വന്നിട്ട് രാവിലെ വരും ഇതിൻ്റെ ചോട്ടിൽ നോക്കാൻ പേരയ്ക്ക ഉണ്ടോയെന്ന്. ഒരു തോട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ തല്ലിപ്പൊട്ടിക്കലും പറിക്കലൊക്കെ ആയിട്ടോ പേരയ്ക്ക. അവരുടെ മെയിൻ ഹോബീസ് അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഞാനിവിടെ കാണിച്ചു തരാം എത്രത്തോളം പേരയ്ക്ക ആ ഒരു പൊട്ടി വീണ കൊമ്പിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഇപ്പം നമ്മൾ ബഡ് ചെയ്ത തൈ ആയിരുന്നു തോന്നുമ്പോൾ 2 ടൈപ്പിലെ പേരയ്ക്ക ഇതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രത്തോളം ഉണ്ടായിരുന്ന ഒടിഞ്ഞു വീണ കൊമ്പിൽ ഇത്ര ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെങ്ങനെ പിന്നെ അത് കളയാൻ തോന്നും. അപ്പോൾ അതാകണ്ട ഒന്ന് കെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ചാഞ്ഞ് വീഴില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, അറിയില്ല. എന്തായാലും ഏകദേശം ഒരു കണ്ടീഷനിൽ വെച്ചിട്ടുണ്ട് പേര.